പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ഞാൻ ഒരു ആത്മീകമായൊരു ചിന്ത പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ അത് മനുഷ്യൻ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത് ഭയങ്കര ഒരു അതിശയമായിരിക്കും. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ അതൊരു ആശ്ചര്യമേറിയ കാര്യമായിരിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കേണ്ടത്. വാസ്തവത്തിൽ മനുഷ്യൻ നമ്മെ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും അനുഗ്രഹിച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ട്, അതിനൊക്കെ പരിധികളുണ്ട്. എന്നാൽ ദൈവം അനുഗ്രഹിച്ചാൽ അതിന് പരിമിതികളില്ല, അതിന് പരിധികളില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം യാക്കോബിനെ പറ്റിയാണ്. യാക്കോബിനെ ദൈവം യാബോക്കിൻ്റെ കടവിൽ വെച്ച് അവൻ ദൂതനുമായി ഒരു മൽപ്പിടുത്തം നടത്തിയതിനു ശേഷം ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചത് മാത്രമല്ല, അവൻ ചെറിയവനായിരുന്നു. ദൂതനുമായി മൽപ്പിടുത്തം നടത്തുമ്പോൾ അവൻ്റെ അവസ്ഥ, അവൻ തന്നിൽ തന്നെ ചെറിയവനായിരുന്നു, അവൻ ഉപായിയായിരുന്നു. അപ്പോൾ അവനൊരു പരിമിതി അവൻ തന്നെ വെച്ചിരുന്നു. അവൻ ഉപായിയായിരുന്നു, അവൻ ചെറിയവനായിരുന്നു. എന്നാൽ യാക്കോബ് ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയതിനു ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ചില സന്ദർശനങ്ങൾ, അത് ചിലപ്പോൾ ന്യായവിധിക്കായിട്ടുള്ള സന്ദർശനങ്ങൾ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹത്തിനായിട്ടും കടന്നു വരാറുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവവുമായിട്ട്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, യാക്കോബ് ആ ദൂതനുമായിട്ട് ആ ഒരു മൽപ്പിടുത്തം നടത്തിയതിനു ശേഷം അവൻ്റെ ജീവിതം മുഴുവനും മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നത്തേതിൽ അവൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് അറിയപ്പെട്ടത്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ചെറിയവനായിരുന്നു, അവൻ വർധനവില്ലാതെ അവൻ നശിച്ചു പോകുന്ന, അവൻ തന്നിൽ തന്നെ ചിന്തിച്ചിരുന്ന ആ ഒരു മാത്രയിൽ ദൈവം അവനെ വർദ്ധിപ്പിച്ചു. അവൻ ഇന്ന് അറിയപ്പെടുന്നത് ഒരു രാഷ്ട്രമായിട്ടാണ്. അവൻ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായിട്ടാണ്. ദൈവം അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവം അവനെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ ഉപായിയായിരുന്നിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ, അവൻ ദൈവത്തിന് കൊള്ളാത്തവനായിരുന്നിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന ചില സന്ദർശനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്, ആമേൻ, നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം കടന്നു വരുമ്പോൾ, ആമേൻ, ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം മുമ്പാകെ ഒന്ന് സമർപ്പിക്കപ്പെട്ട പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിൽ, ആമേൻ, ദൈവവുമായിട്ടൊന്ന് മല്ലുപിടിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ യാക്കോബിനെ ദൈവം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവൻ ഇന്ന് അറിയപ്പെടുന്നത്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ഒരു രാഷ്ട്രമായിട്ടാണ്. അവൻ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രമായിട്ടാണ്. പിന്നത്തേതിൽ അവനെ യാക്കോബ് എന്നാരും വിളിച്ചില്ല. ആമേൻ, ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം അവരിൽ കൂടെ പുറത്തു വരാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ വംശത്തിന് വർധനവുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വംശത്തിനും ദൈവം ആമേൻ, നിങ്ങളുടെ വംശങ്ങൾക്ക് വർധനവ് വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനായിട്ട്, ദൈവിക സന്ദർശനങ്ങൾക്കായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. പ്രിയ സഹോദരങ്ങളെ, യാക്കോബിനെ പിന്നത്തേതിൽ ദൈവം പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റി. ദൈവം അവൻ അനുഗ്രഹിച്ചത്, ദൈവം അവൻ്റെ മൂർച്ച കൂട്ടി. ഹല്ലേലൂയ സ്തോത്രം. പിന്നത്തേതിൽ ദൈവം അവനെ ആശ്ചര്യമായിട്ട് അനുഗ്രഹിച്ചു. അവൻ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായിട്ടാണ്. ദൈവം അവനെ ഒരു ജനതയാക്കി മാറ്റി. അവൻ്റെ വംശത്തിന് ദൈവം വർധനവ് വരുത്തി. ദൈവം അവനെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അവരെപ്പോലെ അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ജാതി ഇന്ന് ഭൂമിയിലില്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, ആ ദൈവം ഇന്നും വിശ്വസ്തതയോടുകൂടെ അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. പ്രിയ സഹോദരങ്ങളെ,
നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഇന്നും നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നാം ദൈവകരങ്ങളിൽ വിധേയപ്പെടുകയാണെങ്കിൽ ദൈവം നമ്മെ അതിശയകരമായി അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.